ലീഡർഷിപ്പ് ക്വാളിറ്റി. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക്. ബിക്കോസ് നമ്മൾ പല പല ലീഡേഴ്സിനെയും കണ്ടിട്ടുണ്ട്. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ, ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരും, നമ്മളെ മൊത്തത്തിൽ പണ്ടാരെ അടക്കി പോകാൻ പറ്റുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ആക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കൺക്ലൂഷൻ ഞാൻ തരുവാണെങ്കിൽ, ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റ് ആണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ ഓൺട്രപ്രനർ ഇൻ യുവർ ലൈഫ്, you should have a warrior's mindset. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, we should have the complete control of our emotions. അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ആർക്കും ഇന്ന് ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ ആ ഒരു സ്റ്റേജിലോട്ടേക്ക് എത്താനും പറ്റത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം ആൻഡ് പ്രാക്ടീസ്. പക്ഷേ ഡോണ്ട് എവർ ഗീവ് അപ്പ്. ഓക്കെ, ഒരു ട്രൂ ലീഡർ എന്ന് പറഞ്ഞാൽ അവനോ അവൾക്കോ ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഏതൊരു സിറ്റുവേഷനിലും ടഫായിട്ടുള്ള ഒരു തീരുമാനങ്ങളെടുത്ത് അതുമായിട്ട് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു വിൽ പവർ, അത് മസ്റ്റാണ്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും മറ്റുള്ള ഒരാളുടെ, ഈവൻ നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ ആവാം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ആവാം, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് അവർക്ക് വേണ്ടി ആ ഒരു പ്രസൻറ്റ് ടൈമിൽ നമ്മുടെ ഒരു പ്രസൻസ് കൊടുത്ത് അവരെ ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ വി ഷുഡ് ബി വെരി സ്ട്രോങ്, ബിക്കോസ് നമ്മളായിരിക്കും നമ്മുടെ ടീമിൻ്റെ ബാക്ക് ബോൺ. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഡൗണായി പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോൾ ടീം അവിടെ ഇല്ലാണ്ടായതാണ് എൻ്റെ അർത്ഥം. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ബിസിനസ്സിൽ. അപ്പം വി ഷുഡ് ഓൾവേസ് പ്രയോറിറ്റൈസ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്. മറക്കരുത്, നോട്ട് ചെയ്തു. വി ഷുഡ് ഓൾവേസ് ബി റെഡി ടു ഫെയിൽ. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നത്തിങ് ഇസ് പെർമനൻറ്റ്. ഈവൻ ഫെയിലിയർ ആണെങ്കിലും സക്സസ്ഫുൾ ആണെങ്കിലും വി ഷുഡ് മൂവ് ഓൺ. ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സിനാരിയോയിൽ സ്റ്റക്കായിട്ട് നിൽക്കരുത്. ഇൻ കേസ് അത് നമ്മൾക്ക് വന്നേക്കുന്ന ഒരു ബിഗ് ലോസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വന്നേക്കുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ വി ഷുഡ് മൂവ് ഓൺ. സങ്കടപ്പെട്ടിരിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് ഇരിക്കരുത്. അവിടുന്ന് വി ഷുഡ് മൂവ് ഓൺ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് വി ആർ ഗോണ കട്ടിങ് ഡൗൺ ടു ദ ചേസ്. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഡോണ്ട് ഫോർഗെറ്റ് യു ഗൈസ്, ലീഡർഷിപ്പ് ഈസ് ദ pillar of your business.